In this video, we are going to see the assignment problem. Problem is maximize z equal to 3x1 plus 5x2 subject to x1 plus 2x2 less than or equal to 2000, x1 plus x2 less than or equal to 1500, x2 less than or equal to 600, x1 greater than or equal to 0, x2 greater than or equal to 0 using graphical method. So graphical method യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസിഷൻ വേരിയബിൾസ് രണ്ടോ അതിൽ കുറവോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 3 ഇക്വേഷൻസ് ഇൻഇക്വാളിറ്റി കൺസ്ട്രെയിൻസ് ആണ്. ഇതിനെ നമ്മൾ ഇക്വാളിറ്റിയിലോട്ട് മാറ്റും. റീപ്ലേസ് ഇൻഇക്വാളിറ്റി constraints to equality, that is x1 plus 2x2 equal to 2000, x1 plus x2 equal to 1500, x2 equal to 600. ഒരു ഇക്വേഷനെ ഇക്വേഷൻ 1 2 and 3 എന്ന് കൊടുക്കുക. അടുത്ത ഇക്വേഷൻ 1 വെച്ചിട്ട് നമുക്ക് ഗ്രാഫിൽ ലൈൻ പ്ലോട്ട് ചെയ്യണം. ലൈൻ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം. ഫസ്റ്റ് ഇക്വേഷനകത്ത് പുട്ട് x1 ഈക്വൽ ടു 0 ഇൻ ഇക്വേഷൻ 1. x1 x2 x1 0 ആവുമ്പോൾ x2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഇക്വേഷൻ 1ൽ x2 0 കൊടുക്കുമ്പോൾ x1ൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കുക. x1 0 കൊടുക്കുമ്പോൾ 0 പ്ലസ് 2x2 ഈക്വൽ ടു 2000 or 2x2 equal to 2000 implies x2 equal to 2000 by 2 equal to 1000. ഇവിടെ at x equal to 0യിൽ x2ൻ്റെ വാല്യൂ 1000. അതുപോലെ തന്നെ ഇനി put x2 equal to 0 in ഇക്വേഷൻ 1. x2 0 കൊടുക്കുമ്പോൾ x1 പ്ലസ് 2 ഇൻറ്റു 0 ഈക്വൽ ടു 2000 ഓർ x1 ഈക്വൽ ടു 2000. അതായത് x2 0 കൊടുത്തപ്പോൾ x1ൻ്റെ വാല്യൂ 2000. അപ്പം നമുക്കിവിടെ ഒരു പോയിൻ്റ് കിട്ടി. ഇക്വേഷൻ 1ന് 0,000 and അടുത്ത പോയിൻ്റ് 2000 0. ഏത് ഇക്വേഷനാണ്? ഇക്വേഷൻ 1ൻ്റെ. സിമിലർലി നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ്റെ പോയിൻ്റ് കണ്ടുപിടിക്കാം. Similarly, find the points for equation 2. Put x1 equal to 0 in equation 2. അപ്പോൾ ഇവിടെ നമുക്കൊരു ടേബിൾ വരയ്ക്കാം. x1 x2 x1 0 ആവുമ്പോൾ x2ൻ്റെ വാല്യൂ എന്താണ്? അതുപോലെ തന്നെ x2 0 ആവുമ്പോൾ വാല്യൂ എന്താണെന്ന് നോക്കാം.
അപ്പോൾ x1 ഈക്വൽ ടു 0 ഇൻ ഇക്വേഷൻ 2. ഇക്വേഷൻ 2ൽ കൊടുക്കുമ്പോൾ ഇവിടെ x1 0 ആവുമ്പോൾ 0 പ്ലസ് x2 ഈക്വൽ ടു 1500 ഓർ x2 ഈക്വൽ ടു 1500. x1 0 ആയപ്പോൾ x2ൻ്റെ വാല്യൂ എന്തായി 1500. ഇനി അതുപോലെ തന്നെ ഇക്വേഷൻ 2ൽ പുട്ട് x2 ഈക്വൽ ടു 0 ഇൻ ഇക്വേഷൻ 2. ഇക്വേഷൻ 2 എന്ന് പറയുന്നത് x1 പ്ലസ് x2 ഈക്വൽ ടു 1500. x1 plus x2 is 0 equal to 1500 or x1 equal to 1500. അപ്പോൾ x2 0 ആയപ്പോൾ x1ൻ്റെ വാല്യൂ 1500. അപ്പോൾ ഇവിടുത്തെ പോയിൻറ്റ്സ് എങ്ങനെ 0 1500 and 1500. So points are 2000 എന്ന് പറയുന്നത് x1 is 2000, x2 is 0. ഈ പോയിൻ്റ് അതുപോലെ തന്നെ 0 1000 എന്ന് പറയുന്നത് ഈ പോയിൻ്റ്. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റ്സ് കൂടെ നമുക്ക് ജോയിൻ ചെയ്താൽ ഇക്വേഷൻ 1 കിട്ടും. അടുത്ത സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് points are 0 1500 and 1500 and 0. അപ്പോൾ 1500 എന്ന് പറയുന്നത് x1ലെ പോയിൻ്റാണ്. ഇത് x2 ഈക്വൽ ടു 0യും x1 ഈസ് 1500 ഈ പോയിൻ്റ് വരും. അതുപോലെ തന്നെ 0 1500 എന്ന് പറയുന്നത് ഈ പോയിൻ്റ്. അപ്പോൾ ഇനി ഈ രണ്ട് പോയിൻറ്റ്സ് കൂടെ ജോയിൻ ചെയ്യാം. ഇപ്പോൾ രണ്ട് ഇക്വേഷൻ്റെ ലൈൻസ് ഡ്രോ ചെയ്തു. ആ രണ്ട് ലൈൻസിനും നമ്മൾ ആ ഇക്വേഷനും കൊടുത്തു. ഇനി തേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x2 ഈക്വൽ ടു 600. x2 ഈക്വൽ ടു 600 എന്ന് പറയുന്നത് ഈ പോയിൻ്റാണ്. ഇനി ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന റീജിയൻ, ദാറ്റ് ഈസ് ഫീസബിൾ റീജിയൻ നോക്കാം. x1 x2 എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആണ്. ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ x1 ഗ്രേറ്റർ ദാൻ 0 ഈ ഡയറക്ഷനിലോട്ട് വരും. അതുപോലെ തന്നെ x2 ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലോട്ട് വരും അല്ലേ. ഇനി ലൈൻസ് നോക്കുക. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഫസ്റ്റ് ഇക്വേഷനിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ്. അപ്പോൾ നമുക്ക് വരുന്നത് ഇങ്ങോട്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ പോർഷൻസ് ഇങ്ങനെ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഇങ്ങനെ വരും. ഫീസബിൾ റീജിയൻ എന്ന് പറയുന്നത് ഈ ഷെയ്ഡഡ് റീജിയൻ ആണ്. ഇനി ഇതിലെ പോയിൻറ്റ്സ് നോക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് A 0 0 ഇത്തെ പോയിൻ്റ്. ഈ പോയിൻ്റ് ഉണ്ട്. ഇവിടെ B ഏതൊക്കെയാണ്? x1 എന്ന് പറയുന്നത് 1500, ഇത് 0. ഇനി ഈ പോയിൻ്റ് ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ ഈ പോയിൻ്റ് പിന്നെ ഇവിടെ. അപ്പോൾ ഈ പോയിൻറ്റിനെ നമുക്ക് C എന്ന് കൊടുക്കാം. ഈ പോയിൻ്റ് D. അതുപോലെ തന്നെ ഇവിടുത്തെ പോയിൻ്റ് E എന്ന് കൊടുക്കാം. ഈ പോയിൻ്റ് നമുക്ക് ഡയറക്റ്റ് എഴുതാം അല്ലേ. x1 ഈസ് 0 600.
ഇനി ഈ രണ്ട് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാഫിൽ വരയ്ക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കറക്റ്റായിട്ട് ആ പോയിൻറ്റ്സ് എഴുതാൻ പറ്റും, സിയും ഡിയും. ഇവിടെ നമുക്ക് വേറെ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം സിയും ഡിയും കണ്ടുപിടിക്കാനുള്ള. സി എന്ന് പറയുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഏത് രണ്ട് ലൈൻസുമായിട്ടാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്? ഈ ലൈനും ഈ ലൈനും. അതായത് x1 പ്ലസ് x2 ഈക്വൽ ടു 1500 x1 പ്ലസ് 2x2 ഈക്വൽ ടു 2000. ഈ രണ്ട് ഇക്വേഷനൂടെ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സി എന്ന് പറയുന്ന ആ പോയിൻ്റ് കിട്ടും. അതുപോലെ തന്നെ ഡി എന്ന് പറയുന്ന പോയിൻ്റ് കിട്ടാൻ ഏത് രണ്ട് ലൈൻസാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്? ഈ ലൈനും, അതായത് x1 പ്ലസ് 2x2 ഈക്വൽ ടു 2000 പിന്നെ x2 ഈക്വൽ ടു 600. ഈ രണ്ട് ലൈൻസ് ജോയിൻ ചെയ്യുമ്പോൾ ഇൻ്റർസെക്റ്റ് ആവുന്ന പോയിൻ്റാണ് ഡി. ടു ഫൈൻഡ് ഡി, ഡി ഈസ് ദി പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദി ലൈൻസ് x1 plus 2x2 equal to 2000 and x2 equal to 600 അല്ലേ? അപ്പോൾ ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2 എന്ന് കൊടുക്കും. അല്ലെങ്കിൽ എയും ബിയും കൊടുക്കും. സോൾവ് ചെയ്യാനല്ലേ. അപ്പോൾ നമുക്ക് x1 പ്ലസ് 2x2 ഈക്വൽ ടു 2000 600. Put x2 equal to 600 in equation A. Then equation A gives x1 plus 2 into 600 equal to 2000 or x1 equal to 2000 minus ഇത് എത്ര അല്ലേ? x1 plus 1200 equal to 2000. x1 equal to 2000 plus 1200 equal to ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 1200 equal to 2000 minus 1200 is 800. അപ്പോൾ x1ൻ്റെ വാല്യൂ എത്രയായി? 800. അതായത് when x2 equal to 600, x1ൻ്റെ വാല്യൂ എത്ര? 800. Therefore point is ഏതിൻ്റെ? ഡി. x1 എന്ന് പറയുന്നത് 800ഉം x2 എന്ന് പറയുന്നത് 600. അപ്പം നമുക്ക് ഡി എന്ന് പറയുന്ന പോയിൻ്റ് എന്ത് എഴുതാം? 800 600. നെക്സ്റ്റ് ടു ഫൈൻഡ് പോയിൻ്റ് സി. സി എന്ന് പറയുന്ന പോയിൻ്റ് ഏതിൻ്റെയൊക്കെ ഇൻ്റർസെക്ഷനാ? ലൈൻ 1 and 2 അല്ലേ? സി ഈസ് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ലൈൻസ് ഏതൊക്കെയാ? x1 plus 2x2 equal to 2000. അതിന് ഇക്വേഷൻ സി എന്ന് കൊടുക്കാം. രണ്ടാമത്തേത് x1 plus x2 equal to 1500. അത് ഡി എന്ന് കൊടുക്കാം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യണം? x1 x2 കണ്ടുപിടിക്കണം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു വേരിയബിൾ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? സി ഇക്വേഷൻ സി മൈനസ്
ഇക്വേഷൻ ഡി എടുക്കാം. അപ്പോൾ ഇക്വേഷൻ സി എന്ന് പറയുന്നത് അത് തന്നെ x1 + 2x2 = 2000. ഇനി മൈനസ് ആണ് ചെയ്യുന്നത് ഡി. അപ്പോൾ എല്ലാ ടേമിലും നമ്മൾ മൈനസും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ -x1 - x2 = 1500. അപ്പം +x1 -x1 ക്യാൻസലായി. +2x2 - x2 is x2 = 2000. ഇവിടെ എന്താ വരുന്നത്? -1 വരുന്നത്. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 2000 - 1500 is 500. ഇപ്പോൾ x2 500 എന്ന് കിട്ടി. അപ്പോൾ ഇനി ഈ x2 ഇതിൽ ഒരെണ്ണത്തിൽ ഇട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് x2 = 500 ഇൻ, എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഇത് സിമ്പിളായിട്ടുള്ള. അപ്പോൾ ഇൻ ഡി നമുക്ക് ഏതിനകത്ത് വേണമെങ്കിലും കൊടുക്കാം. സിക്കകത്തും കൊടുക്കാം, ഡിക്കകത്തും കൊടുക്കാം. അപ്പോൾ നമുക്ക് എളുപ്പം x1 + x2 കൊടുക്കുന്നതാണ്. അപ്പോൾ ഡിയിൽ കൊടുക്കാം. ഡി കൊടുക്കുമ്പോൾ x1 + x2ൻ്റെ വാല്യൂ 500 = 1500. That is x1 = 1500. 500 ഇപ്പുറത്ത് വരുമ്പോൾ -500 which is equal to 1000. അതായത് x1 = 1000. അപ്പോൾ ഇവിടുത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് പോയിൻ്റ് ഈസ് ഏതായിരുന്നു? സി. x1ൻ്റെ വാല്യൂ 1000ഉം x2ൻ്റെ വാല്യൂ 500. അപ്പോൾ ഡി സിയുടെ വാല്യൂ നമുക്കിവിടെ പോയിന്റിൽ എഴുതാം, ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം. 1500. ഇത്രയും മനസ്സിലായോ? ഇനി ഇത്രയും പോയിൻറ്റ്സും ഗ്രാഫും എല്ലാം പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നോക്കേണ്ടത് ഏത് പോയിന്റിലാണ് മാക്സിമം വാല്യൂ കിട്ടുന്നത്. ഇപ്പം നമുക്ക് 4 പോയിൻറ്റ്സ് ആണ് ഇവിടെ 5 പോയിൻറ്റ്സ്. നമുക്കിവിടെ 5 പോയിൻറ്റ്സ്, അതായത് A00, B 1500 0, C 1500, D 800 600 ആൻഡ് E 0 600. ഈ 5 പോയിൻറ്റ്സിൻ്റെ വാല്യൂ നോക്കുക. അതിൽ മാക്സിമം വാല്യൂ ഏതാണോ ആ പോയിൻ്റാണ് മാക്സിമം പോയിൻറ്റും വരുന്നത്. അതായത് x1 x2ൻ്റെ വാല്യൂ അതായിരിക്കും. നൗ വി റൈറ്റ് ദി പോയിൻറ്റ്സ് ആൻഡ് ഒബ്ജക്റ്റീവ് ഫങ്ഷൻ. 3x1 + 5x2. നമ്മൾ ഒബ്ജക്റ്റീവ് ഫങ്ഷനിൽ ഓരോ പോയിൻറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് വാല്യൂസ് കണ്ടുപിടിക്കുകയാണ്. നമുക്ക് 5 പോയിൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് ഈസ് A00. That is z of A = x1 is 0, x2 is 0. Therefore, z of A = 0. B 1500 0. Z of B = 3 into x1 is 1500 and x2 is 0. So 3 into 1500 plus 5 into 0 equal to 4500. C 1000 and 500. Z of C equal to 3 into x1 is 1000 plus 5 into x2 is 500, which is equal to 5500. D is 800 and x2 value is 600. So Z of D equal to 3 into 800 plus 5 into 600 equal to 5400. E 0 600. Z of E equal to x1 is 0 and x2 is 600. So 5 into 600 equal to 3000. In all these values, ഏറ്റവും maximum ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 500 ആണ്. At the point C 1500. So maximum value is 5500 at the point C 1500.